3000 രൂപ, അതൊരു ബേസ് ലാബായിട്ട് വെക്കാം. ഈ 3000 രൂപയ്ക്ക് എബവ് ഉള്ളവർ മാത്രം ഓൺ ഗ്രിഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 2 വർഷത്തെ ബില്ലാണ് ഞാൻ പറയുന്നത്. അപ്പോ എന്തുകൊണ്ട് ഈ 3000 എന്നുള്ള ലോക്ക് എന്ന് വെച്ചാൽ നമുക്ക് സ്ലാബിങ് KSEB സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്കൊരു 250 രൂപ വരെ മിനിമം സ്ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. 250 എബവ് വരുമ്പോഴേക്കും നമുക്കൊരു 8 രൂപ വരെയൊക്കെയുള്ള സ്ലാബിലേക്ക് 6.5 റുപ്പീസ് വരെയുള്ള സ്ലാബിലേക്ക് പോകുന്നുണ്ട്. അത് 500 രൂപ വരുമ്പോൾ 8 രൂപ 500 യൂണിറ്റ് വരുമ്പോഴേക്കും 8 രൂപ വരെ 8.5 രൂപ പെർ യൂണിറ്റ് വരുന്ന സ്ലാബിലേക്ക് വരെ പോകുന്നത്. അപ്പോൾ ടെലിസ്കോപ്പിക് ബില്ലിംഗ് എന്നാണ് ഇത് പറയുക. മീൻസ് നമ്മളുടെ ഉപയോഗം എത്രയാണോ യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബിൽ വാല്യൂ കൂടും. ഓക്കെ, അപ്പോൾ മിനിമം യൂണിറ്റ് ഉള്ളവർക്ക് മിനിമം സിസ്റ്റം ചെയ്താൽ മതിയാവും. ഒരു 3000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ ഡോൺ ഗോ ഫോർ ഓൺ ഗ്രിഡ്. ഒരിക്കലും ഓൺ ഗ്രിഡിലേക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. ബെറ്റർ ഒരു ഓഫ് ഗ്രിഡ് ബാക്കപ്പ് സിസ്റ്റം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസും അതുപോലെ സ്റ്റോറേജ് ഇഷ്യൂ ആണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ മാത്രം ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം നമുക്ക് KSEB നമുക്കൊരു കണ്ടിന്യൂസ് വോൾട്ടേജ് തരാൻ ബാധ്യസ്ഥനാണ്. 220 വോൾട്ട് സപ്ലൈ തരുന്നതിന് ബാധ്യസ്ഥ. പലയിടത്തും ഇപ്പോൾ വോൾട്ടേജിന്റെ പ്രശ്നങ്ങളുണ്ട്. അത് സോൾവ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റമാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഇപ്പോ പ്രധാനമന്ത്രിയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അറൗണ്ട് 1 കോടി വീടുകളിലേക്ക് സോളാർ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്.